എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനവും മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നേ ഹണിമൂൺ ഹോട്ടലില് രാവിലെ ഇഷിത എഴുന്നേക്കുവാണ്. ഇഷിത നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തലേ ദിവസം മഹേഷ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ലൂസ് മോഷൻ ആയിട്ട് ഒരു വിധത്തിലാണ് അങ്ങനെ മഹേഷ് കിടന്നുറങ്ങിയത്. അവസാനം ഇഷിത മെഡിസിൻ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ടാണ് ഒരു വിധത്തില് മഹേഷ് കിടന്നുറങ്ങിയത്. പിന്നീട് ഇഷിത പോയി റെഡിയായിട്ട് വരുവാണ്. റെഡിയായിട്ട് വന്നു കഴിഞ്ഞിട്ട് മഹേഷ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മഹേഷിനെ വിളിച്ച് എഴുന്നേപ്പിക്കുകയാണ്. മഹേഷ് ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കി. പിന്നീട് ഇഷിത പറഞ്ഞു, അതെ ഇന്നലെ ചിപ്പിമോളുടെ കേസിന്റെ കാര്യം കോടതിയില്, അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരത്തെ പോണെന്ന് പറയണം. എഴുന്നേറ്റ് റെഡിയാൻ പറയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ മഹേഷ് ചാടി എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി വരുന്നുണ്ട്. വന്നു കഴിഞ്ഞപ്പോ ഇഷതി വെച്ച് എങ്ങനെയുണ്ട്, ഇപ്പൊ ക്ഷീണമൊക്കെ മാറിയോന്ന് ചോദിക്കാം. കുഴപ്പമില്ല, ഇന്നലെ കഴിച്ച ഫുഡ് അതത്ര ശരിയായിട്ടില്ലാന്ന് തോന്നുക, അതുകൊണ്ടാന്ന് പറയാണ്. ഇതൊക്കെ ഉണ്ടെന്ന് പറയണ്ടേ, അല്ലാതെ എനിക്ക് അറിയാൻ കഴിയുമോന്ന് ചോദിക്കാം. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു, ദൈവത്തെ ഓർത്ത നീ ഒരു കാര്യം ചെയ്യണം. വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ഈ കാര്യം അവിടെ ആരോടും പറയരുന്ന് പറയാം. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം. അതെന്താ? അത് പിന്നെ എനിക്ക് ആലോചിക്കണ്ടേ. ദേ നിന്റെ വീട്ടിൽ നീ പറയരുത്. ആ സുചിത്രയുടെ കേക്കലെങ്ങാനും പറഞ്ഞ അത് മതി. പിന്നെ അവൾ ഓരോന്ന് പറഞ്ഞ് എന്നെ കളിയാക്കാനായിട്ട്. ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. മര്യാദയാണ് മര്യാദ എന്നൊക്കെ പറയാണ്. അങ്ങനെ പിന്നീട് അവരോട് ഇറങ്ങാൻ തുടങ്ങുവാണ്. ഈ സമയം മഹേഷ് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ. എന്ത് കാര്യം? നിന്നെ ആ കല്യാണത്തിന് സമയത്ത് തട്ടിക്കൊണ്ടു പോകാനായിട്ട് ആരോട് ശ്രമിച്ചെന്ന് പറഞ്ഞില്ലേ, അതാരാ എന്താന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടത് വിഷയത് പറഞ്ഞു, അതോ അതാരെന്നിപ്പൊ ചോദിച്ചിപ്പൊ ഞാൻ എന്താ പറയണേ, എനിക്ക് പോലും അറിയത്തില്ല ആരാന്ന്. അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു. പക്ഷെ കൃത്യസമയത്ത് തന്നെ എന്നെ തട്ടിക്കൊണ്ടുപോയ അമ്മമാരെ പഞ്ഞിക്കിട്ട് ആരും എന്നെ രക്ഷപ്പെടുത്തി. അതാരാന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. ഞാനെടുത്തു മഹേഷ് ഏർപ്പാടാക്കി ആരെങ്കിലും ആയിരിക്കുന്നു. ഞാൻ അങ്ങനെ ആരെ ഏർപ്പാടാക്കിയിട്ടില്ലെന്ന് പറയാം. എന്നാ പിന്നെ എനിക്ക് അറിയത്തില്ല. പക്ഷെ തട്ടിക്കൊണ്ടു പോകുന്ന ആരായിരിക്കും? ഒരു പക്ഷെ ഇനി ആകാശിന്റെ ആൾക്കാരാണെങ്കിലോ, അവരാണ് ശത്രുക്കളായിട്ടുള്ളത്. ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ആണെന്നും പറയാൻ പറ്റില്ല. ഇഷിത പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. പക്ഷേങ്കില് അത് അവരെന്നെ മനഃപൂർവ്വം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാന്. എന്താണല്ലോ അതൊക്കെ ആ പ്ലാനുകളൊന്നും നടന്നില്ലല്ലോ എന്ന് പറയാണ്. പിന്നീട് അവര് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് സ്വപ്നവല്ലിയുടെ മനസ്സിലേക്ക് എരിപരി കയറ്റി കൊടുത്തു വെച്ചിരിക്കുകയാണ് മഞ്ജിമ. കാരണം ഇഷിത വരുമ്പോഴത്തേനും തലയിലേക്ക് കയറ്റി വെക്കരുത്, ഇഷിതേനെ വരച്ച വരെ നിർത്തിക്കണം. ദേ എന്റെ അമ്മായിമ്മ എനിക്കിട്ട് പണി തന്ന പോലെ തന്നെ അമ്മ തിരിച്ചും കൊടുക്കണം, അങ്ങനെയൊക്കെ. കാരണം തനിക്ക് കിട്ടാത്ത സ്നേഹമൊന്നും വേറൊരു മരുമകൾക്കും കിട്ടരുത് എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സ് നിറയും, മഞ്ജിമയുടെ മനസ്സ് നിറയും. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയും മഹേഷും അങ്ങോട്ട് വരുവാണ്. അപ്പൊ കയറി വരുന്ന വഴി തന്നെ മഹേഷ് പറഞ്ഞു, അതറിയാലോ, വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ നിനക്ക്. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ല, അമ്മേനെ കുറിച്ചൊക്കെ അറിയാലോ. മുമ്പ് തമ്മിൽ വഴക്കൊക്കെ ആയിരുന്നു. പക്ഷെ ഇനി അങ്ങനെ അല്ല, നിങ്ങൾ അമ്മായിമ്മയും വരുമ്പോഴും എന്ന് പറയാ. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, അതെ അതൊക്കെ എനിക്കറിയാം. എന്നോട് എങ്ങനെ പെരുമാറുന്നോ അങ്ങനെ തന്നെ ആയിരിക്കും എന്റെ തിരിച്ചുള്ള പെരുമാറ്റം. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ അറിയാലോ, ഇപ്പൊ എന്നോടുള്ള പെരുമാറ്റത്തിലും നിന്നെ ഇച്ചിരി ഒരു വിധത്വം പാലിക്കണം എന്ന് പറയാം. ഇത് കേട്ടത് ഇഷിതേച്ച് എങ്ങനെ? അല്ല അത് പിന്നെ എന്നോട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേഷ്യപ്പെടുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിപ്പോഴും നാണക്കേട് വേറെ ഇല്ലെന്ന് പറയാം. ആദ്യം ആലോചിക്കാം. പിന്നെ എന്നോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും അങ്ങനെ തന്നെയായിരിക്കും തിരിച്ച്. അതിപ്പോ നിങ്ങളോടാണെങ്കിൽ ശരി, മഹേഷിന്റെ വീട്ടുകാരോടാണ് ശരി, അങ്ങനെ ആയിരിക്കും എന്ന് പറയണം. ആയിക്കോട്ടെ. പിന്നീട് മഹേഷ് പറഞ്ഞു, അത് എന്നെ നാണം കെടുത്തരുത്, എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയണം. നാണം കെടുത്താനൊന്നും പോകുന്നില്ല, ആദ്യം അകത്തേക്ക് കയറട്ടെ, എന്നിട്ടല്ലേ ബാക്കി കാര്യം എന്ന് പറയണം. അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പത്തേനും സ്വപ്നവല്ലി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വാ മക്കളെ എന്ന് അകത്തേക്ക് വിളിക്കുവാണ്. അങ്ങനെ മഹേഷ് അങ്ങോട്ട് കയറി പോയി കഴിയുമ്പത്തേനും ഇഷിതയുടെ അടുത്തേക്ക് സ്വപ്നവല്ലി എന്നിട്ട് പറഞ്ഞു, ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു മോളെ, കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേന്ന് ചോദിക്കണേ. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പറയാം. പിന്നെ ഒരു കാര്യം, ഈ വീട്ടിൽ ചെറിയ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടത് ഇഷിതയെ നോക്കി, തനക്കിട്ടുള്ള എന്തോ ഒരു പണിയാണല്ലോ. എന്താ അമ്മേ ചിട്ടവട്ടങ്ങളൊക്കെ എന്താന്ന് ചോദിക്കാം. അതെ ഇവിടുത്തെ സൂപ്പർ മദർ ഞാനാന്ന് പറയാം. ഞാൻ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. എന്നെ അനുസരിക്കാവുന്നവരൊക്കെ ഇവിടെ ജീവിച്ചാൽ മതി, അല്ലാത്തവർക്കൊക്കെ ഇവിടുന്ന് പോവാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഇവിടെ എന്നെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവരൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയണം. ഓഹോ, അപ്പൊ ഈ തനിക്കിട്ടുള്ള പണി തന്നെയോ? ഇത് കേട്ടതും മഞ്ജിമ ഒന്ന് ചിരിക്കുകയാണ്. അപ്പം മനസ്സിലായി ഇഷിതയ്ക്ക് മഞ്ജിമയായി ഈ ബുദ്ധിക്ക് പിന്നിലെന്ന്. പെട്ടെന്ന് തന്നെ ഇഷിത പറഞ്ഞു, ആണോ അമ്മേ? അമ്മ പറയുന്ന ഈ വീട്ടിൽ നടക്കുള്ളൂ. അമ്മ പറയുന്ന പോലെ എന്താന്ന് വെച്ചാൽ ഞാൻ അതുപോലെയൊക്കെ അനുസരിച്ചോളാം, എനിക്കൊരു കുഴപ്പമില്ല. അമ്മ തന്നെ എന്റെ സൂപ്പർ മദർ എന്ന് പറയാം. ഇതൊട്ടും പ്രതീക്ഷ ഉത്തരവല്ലായിരുന്നു. സ്വപ്നവല്ലിയാണെങ്കിലും മഞ്ജിമയാണെങ്കിലും. മഞ്ജിമയ്ക്കാണെങ്കിൽ കൂടം കൊണ്ടൊരു അടി ഏറ്റവുമല്ലേ. ഇവള് എതിർക്കും. അങ്ങനെ എതിർത്ത് കഴിയുമ്പം അമ്മയും മരുമോളും തമ്മിൽ ഒരു അടി കാണാൻ ഓർത്തിരുന്ന, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം തകർന്നു പോയി. അവസാനം
സ്വപ്നവലി ചേർത്ത് പിടിക്കുകയാണ്. എനിക്കറിയാം നീ എന്റെ മരുമോള്, എല്ലാം കൊണ്ടും ഞാൻ നിന്നെ കുറെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി നീയാണ് ഈ കുടുംബത്തിലേക്ക് വന്ന് കേറേണ്ടിയിരുന്ന പെണ്ണ്. ചിപ്പിമോളുടെ സ്വന്തം അമ്മ തന്നെയാണ്. നിന്റെ ഈ സ്വഭാവം കൊണ്ടായിരിക്കും ചിപ്പിമോൾക്ക് നിന്നെ അത്ര ഇഷ്ടം എന്നൊക്കെ പറയണം. എന്നാ മോള് മുറി കൊണ്ട് ബാഗൊക്കെ വെച്ചിട്ട് വരാൻ പറയണം. അങ്ങനെ ഇഷിത മുറിയിലേക്ക് ചെല്ലുക. ആ സമയത്ത് മഹേഷ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് മഹേഷിനോട് പറഞ്ഞു കോടതിയിൽ പോകണ്ടെന്ന് വെക്കാം. പോണെന്ന് പറയണം. അപ്പോഴേക്ക് രാമനാഥനും അങ്ങോട്ട് ഒരുങ്ങിയിട്ട് വന്നു. ഒരുങ്ങി വന്നപ്പം മഹേഷ് അങ്ങോട്ട് ഇറങ്ങി വന്നു. മഹേഷിനോട് ചോദിച്ചു, ഇന്നല്ലേ ചിപ്പിമോളുടെ കേസ്? അതെ, ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ കോടതിയിലേക്ക് എന്ന് പറയണം. അപ്പൊ സ്വപ്നവലി പറഞ്ഞു ഞാനും കൂടെ വരാന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു, അല്ല അമ്മ എന്തിനാ വരുന്നേ? അമ്മ വരേണ്ട കാര്യമൊന്നുമില്ല. ചിപ്പിമോളുടെ കാര്യമില്ലേ, ചിപ്പിമോളെയും കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കാന്ന് പറയാം. ദേ കഴിഞ്ഞ തവണത്തെ പോലെ ആവുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഞാനും കൂടെ വന്നില്ല എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. ഞാനുണ്ടെങ്കിൽ ഞാൻ എന്തേലുമൊക്കെ വിളിച്ചു പറഞ്ഞോളാം. ഞാനും കൂടെ വരുമെന്ന് പറയാം. അമ്മ അങ്ങനെ വന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അമ്മയ്ക്കൊന്നും വിളിച്ചു പറയാനൊന്നും പറ്റില്ല കോടതി വെറുതെ കയറിയിട്ട്. ഇത് കേട്ടത് സ്വപ്നവല്ലിക്ക് വല്ലാത്ത വിഷമമായി. അപ്പൊ നീ എന്നെ കൊണ്ടുപോകത്തില്ലല്ലേന്ന് ചോദിക്കാണ്. അതല്ലമ്മേ, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക, എല്ലാരും കൂടെ പോകേണ്ട കാര്യമില്ല എന്നൊക്കെ മഹേഷ് പറയണം. ആ സമയത്ത് ഇഷിത പോകാൻ റെഡിയാവുകയാണ്. ഇഷിത പോകാൻ റെഡിയാകുമ്പോഴത്തേനും മഹേഷ് വന്നിട്ട് പറഞ്ഞു, അതെ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുക. ഇഷിത പറഞ്ഞു ശരി ആയിക്കോട്ടെ ഇറങ്ങാന്ന് പറയണം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്, ഞാനൊന്ന് റെഡിയായിട്ട് എനിക്ക് എന്റെ അച്ഛനും അമ്മേനെ കാണണം. അച്ഛനും അമ്മേനെ കണ്ട് ഞാൻ പെട്ടെന്ന് വരാന്ന് പറയാണ്. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു ശരി പോയിട്ട് വന്നോ, അതിന് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാണ്. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, ഇനിയിപ്പോ കുഴപ്പമുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നമ്മൾ രണ്ടും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ചിപ്പിമോള് അത് മാത്രമാണ്. ചിപ്പിമോളുടെ അമ്മയാവാൻ മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്, അറിയാലോ. അതിനേക്കാൾ ഉപരി നമ്മൾ തമ്മിലൊരു ബന്ധമില്ല, ഒരു ഭാര്യ ഭർത്തൃ ബന്ധമോ അല്ലെങ്കിൽ വേറൊന്നും ഇല്ലാന്ന് പറയാം. മഹേഷ് പറഞ്ഞു സന്തോഷം, ഇതൊക്കെ ഞാനും പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അല്ലാതെ വേറൊന്നും അല്ലോ എന്ന് പറയാണ്. അങ്ങനെയാണെ കുഴപ്പമില്ല, ഞാൻ എന്നാ പോയി കണ്ടിട്ട് വരട്ടെ. പിന്നീട് ഇഷിത വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേന് സ്വപ്നവല്ലി അങ്ങോട്ട് വന്നു. സ്വപ്നവല്ലിയോട് പറഞ്ഞു, അമ്മേ ഞാൻ എന്റെ വീട്ടിൽ വരുന്ന പോയിട്ട് വരട്ടെ എന്ന് പറയാണ്. സ്വപ്നവല്ലിക്ക് ആ ചോദ്യം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. തന്നോട് ചോദിച്ചിട്ടാണ് പോകുന്നത്, പറയാതെ അല്ല പോണത്. സ്വപ്നവല്ലി പറഞ്ഞു ശരി മോള് പോയിട്ട് വരാൻ പറയാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും മഞ്ജു പറഞ്ഞു അവള് ചോദിച്ചിട്ടൊക്കെയാണല്ലോ പോണേ, അങ്ങനെയാ നല്ല മരുമക്കള്, നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് പറയാം. പിന്നെ പുത്തനച്ച് പൊടിപ്പുറം തൂക്കുന്നല്ലേ പറയണേ, ആദ്യം ഇതൊക്കെ കാണുള്ളൂ, പിന്നെ നമുക്ക് കാണാന്ന് പറയാണ്. ആ സമയം ഇഷിത നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും മാഷ് ആദ്യം കണ്ടേ. മാഷ് ഓടി വന്ന് ഇഷിതനെ കെട്ടിപ്പിടിക്കുകയാണ് മോളെ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് പ്രിയാമണി അങ്ങോട്ട് വന്നു. മോൾക്ക് സുഖമാണോ, കുഴപ്പമൊന്നുമില്ലല്ലോ? പിന്നെ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് എന്താമേ, എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാ. ഞാൻ ഇന്നലെ അല്ലേ ഇവിടുന്ന് പോയത്, ഒറ്റ ദിവസം മാത്രമല്ലേ മാറിയെന്നുള്ളൂ. എന്നാലും ഒറ്റ ദിവസമാണെങ്കിലും ഞങ്ങൾക്ക് ഒരു യുഗം പോലെ മോളെ തോന്നേ. വല്ലാത്തൊരു വിഷമം, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അങ്ങോട്ടേക്ക് വന്ന് സുഹിത്ര പറഞ്ഞു, പിന്നെ വല്ലാത്ത വിഷമമാണ് പോലും, വെറുതെ പറയുന്ന എന്റെ ഇഷിതേച്ചി കള്ളം പറയുന്നാന്ന് പറയണം. മാഷുന്തേ കള്ളം പറയണ നീയാന്ന് പറയണം. പിന്നീട് സുഹിത്ര പറഞ്ഞു, ഇങ്ങോട്ട് വന്നേ, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. എങ്ങനെയുണ്ട് മഹേഷ്? ആളൊരു പാവാന്ന് പറയണം, ഒരു പഞ്ചപാവാന്ന് പറയണം. ആണോ? ആഹാ അത് കൊള്ളാലോ, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മുമ്പ്. പക്ഷേങ്കില് പഞ്ചപാവൊക്കെയാ. ഞങ്ങൾ രണ്ടുപേരും എപ്പം മൂന്നാളെ എപ്പം നോക്കിയാൽ ഞങ്ങൾ രണ്ടും തമ്മിൽ അടിയാന്ന് പറയണേ. അടിയാണോ? അപ്പൊ ആ കീരിയും പാമ്പ് സ്വഭാവത്തിന് ഇപ്പോഴൊരു കുറവില്ല അല്ലെന്ന് ചോദിക്കാണ്. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേങ്കില് മഹേഷുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. മഹേഷ് വഴക്ക് പറയാൻ നല്ല രസമുണ്ട്, അത് കേട്ടോണ്ടിരിക്കാൻ തോന്നും. ഒരു കളങ്കവും ഇല്ല, നിഷ്കളങ്കമായിട്ടാ പറയണേ. കാരണം ഉള്ളിലൊന്നുമില്ല, അത്രയ്ക്ക് പാവാന്ന് എനിക്ക് തോന്നുന്നേന്ന് പറയാ. പിന്നീട് സുഹിത്ര പറഞ്ഞു, മനസ്സിലായി, ഇപ്പൊ ചേച്ചിയുടെ മനസ്സിലായിക്കാം. അങ്ങനെ മഹേഷ് ചേട്ടൻ കയറി വന്നിരിക്കുമല്ലേ നിൽക്കുന്നത്. പിന്നെ എന്റെ മനസ്സിൽ മഹേഷ് ഒന്നുമില്ല, എന്റെ മനസ്സിലുള്ള ചിപ്പിമോള് മാത്ര. ചിപ്പിമോൾക്ക് വേണ്ടിയല്ലേ ഞാൻ റിസ്ക് ഏറ്റെടുത്തേന്ന് വെക്കും. പിന്നെ ഇതൊക്കെ ഇപ്പൊ പറയും, കുറച്ചു ദിവസം കഴിഞ്ഞോട്ടെ, അപ്പൊ ചേച്ചി തന്നെ എന്റെ കേൾക്കെ പറയും, അതെ എനിക്ക് മഹേഷില്ലാതെ ജീവിക്കാൻ പറ്റില്ലാന്ന്. ഓ പിന്നെ ഞാൻ പറഞ്ഞത് തന്നെ. ഇത് കേട്ട സുഹിത്ര വെച്ച് ബെറ്റ് വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഇതിനേക്കാളും വലിയതായിട്ട് പറഞ്ഞുകൊണ്ട് നടന്നവരൊക്കെ പിന്നീട് തിരുത്തി പറഞ്ഞ ചരിത്രമുണ്ട് ചേച്ചി, അതുകൊണ്ട് ചേച്ചി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പം ഇഷിത പറഞ്ഞു, അതെ നീ കൂടുതൽ ഗവേഷണവും കാര്യങ്ങളൊന്നും നടത്തണ്ട, എനിക്കറിയാന്നും പറഞ്ഞിട്ട് ഒരു കൃത്രിമമായിട്ടൊരു ദേഷ്യമൊക്കെ അഭിനയിച്ച് ഇഷിത അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് മാഷിന്റെ ഒക്കെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അതെ ചിപ്പിമോളുടെ കേസിന്റെ വിധി ഇന്നാണ് വരുന്നതെന്ന് പറയാം. അപ്പൊ എനിക്കും കോടതിയിലേക്ക് പോകണം, എനിക്ക് മൊഴി കൊടുക്കാണ്ടെന്ന് പറയാണ്. പ്രിയാമണി പറഞ്ഞു, ചിപ്പിമോളെ കിട്ടിയാൽ മതിയായിരുന്നു. അതേമേ കിട്ടണം, കാരണം അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ പെടാപ്പാടൊക്കെ പെട്ടത്. ചിപ്പിമോൾക്ക് വേണ്ടിയിട്ടാണല്ലോ മഹേഷുമായിട്ട് ഞാൻ വിവാഹത്തിന് പോലും തയ്യാറായത്. ചിപ്പിമോളെ കിട്ടാത്തൊരു അവസ്ഥയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അതുകൊണ്ടുകൂടി ഞാൻ കാരണം ഇത് അവസാനിക്കുകയും കൂടെ ചെയ്യട്ടെ എന്നൊക്കെ പറയണം. പിന്നീട് ഇഷിത പറഞ്ഞു, ഞാനും കൂടി ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വരണം. അപ്പോഴേക്കും മഹേഷ് റെഡി ആയിട്ടുണ്ടായിരുന്നു, മാഷും റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നാ നമുക്ക് ഇറങ്ങിയാലോന്ന് ചോദിക്കണം. ഇറങ്ങാന്ന് പറയണം. ആ സമയം രചന ആകപ്പാടെ സമനില എറ്റിയ പോലെയായിരുന്നു. രചനയ്ക്ക് ഒരു നിയന്ത്രണമില്ല, കാരണം രചനയുടെ മനസ്സ് നിറയും ഇഷിതയും മഹേഷും നിറഞ്ഞിരിക്കുകയാണ്. രണ്ടും കൂടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു, ഇന്നലെ ആദ്യരാത്രിയും കഴിഞ്ഞു. എന്നിട്ടോ
ചിന്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു. രചനയ്ക്ക് എന്ത് വേണമല്ലോ ആകാം, പക്ഷെ മഹേഷൊന്നും ആകാൻ പാടില്ല. രചനയ്ക്ക് ആകാശം നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ മഹേഷും ഇഷിതയും കൂടെ ഒന്നിച്ച് നടഞ്ഞപ്പോ രചനയ്ക്ക് അത് വല്ലാത്തൊരു വിഷമം. ചിപ്പുമോളെ വിട്ടുകൊടുക്കാനും പറ്റുന്നില്ല. പിന്നീട് ആകാശിന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ആകാശ ഇന്ന് കോടതി കേസ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയാ. ഒരുപക്ഷെ ചിപ്പിമോളെ നഷ്ടപ്പെടുമോന്ന് പോലും എനിക്കൊരു പേടിയുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു, ആദ്യം കോടതിയിലേക്ക് ചെല്ലട്ടെ, കോടതി ചെന്ന് കഴിയുമ്പോ കോടതി തീരുമാനിക്കട്ടെ. ഞാൻ വക്കീലിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയണം. ഇന്നാ ഇഷിത കോടതി വരും. ഇഷിത കോടതി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ മൊഴി കൊടുക്കത്തുള്ളായിരിക്കും. ചിപ്പിമോളെ കിട്ടത്തില്ല മഹേഷ് എന്ന് പറയാം. അതിന് അവള് ഇഷിത വന്നെങ്കിലല്ലേ, അവള് വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും തന്ത്രം വേണമെന്ന് പറയാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കഴിഞ്ഞ ദിവസം കല്യാണം മുടക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആകാശ് പറഞ്ഞു. പക്ഷേങ്കില് ഇനിയിപ്പൊ കല്യാണം മുടങ്ങിയില്ല, അവര് തമ്മിൽ ഒന്നിക്കുകയും ചെയ്തു. ഇനിയിപ്പൊ ആകാശ് എന്ത് ചെയ്യാനായിട്ടാ പോകുന്നേ? ആകാശിന് എന്താണെങ്കിലും എനിക്ക് വിശ്വാസമില്ലെന്ന് പറയാണ്. കാരണം ഇല്ലെങ്കിൽ പിന്നെ അന്ന് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ കല്യാണം മുടങ്ങണ്ടായിരുന്നോ? ആകാശ് എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടോ. അതിപ്പോ എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ആ വിനോദല്ലേ എല്ലാം ഏർപ്പാടാക്കിയത്, വിനോദ് കാരണമല്ലേന്ന് ചോദിക്കുക. എന്നാലും ആ കൃത്യസമയത്ത് എന്ത് നടന്നെന്നൊന്നും മനസ്സിലാകത്തെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് രചന പറഞ്ഞു, എന്തേലും വാട്ടെ, ചിപ്പിമോളെ ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ചിപ്പിമോളെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ജയിച്ചതിന് തുല്യവാ ആ മഹേഷ്. ഒരിക്കലും അയാളുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പാടില്ല. ഇത്ര നാള് നമ്മൾ കഷ്ടപ്പെട്ട് മൊത്തം വെറുതെ ആവുമെന്ന് പറയാ. അപ്പൊ ആകാശ് പറഞ്ഞു, പിന്നെ എനിക്കെന്താ നാണക്കേടില്ലേ? അങ്ങനെ എങ്ങാനും ചിപ്പിമോളെ വിട്ടുകൊടുക്കേണ്ടി വന്നാൽ നമ്മൾ തലയും താഴ്ത്തി അവിടുന്ന് പോരേണ്ടതായിട്ട് വരും. പോരാത്തന് ആ ഇഷിത ഡോക്ടറെ വഞ്ചിച്ചിരിക്കുന്നേ. അവളെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഇഷിത വഞ്ചിച്ചെന്ന് പറയുമ്പോഴും ആകാശിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനുണ്ട്. കാരണം നടക്കാൻ പോകുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇഷിതയുടെ കയ്യിലെ ഷോബി രേഖകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവള് കോടതിയിൽ ഉറപ്പായിട്ട് ഉടനെ ഹാജരാക്കും. അങ്ങനെ ഹാജരാക്കിയിട്ട് താൻ ഉൾപ്പെടെ പലരും ജയിലിൽ പോയി കിടക്കും. തന്റെ ഭാവി തന്നെ ഇല്ലാതാവും. രജനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ചിപ്പിമോളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് അവള് ചിപ്പിമോളെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തന്റെയൊക്കെ ഉദ്ദേശം വേറെയാണ്. ഒരു കാരണവശാലും ആ രേഖകൾ അവിടെ എത്തില്ല. അതിന് ഇനി ഇഷിതേനെ എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. ഇല്ലാതാക്കാനാണെങ്കിൽ ഇല്ലാതാക്കണം. അങ്ങനെയെല്ലാം ചെയ്തില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തീരുമാനത്തിലാകത്തില്ലെന്ന് ആകാശം മനസ്സിൽ കരുതുവാണ്. പിന്നീട് രചന ഒരുങ്ങി വരുവാണ്. പോയി ചിപ്പിമോളെ കൂട്ടിക്കൊണ്ട് വരിക. അപ്പൊ ചിപ്പിമോളോട്, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് കോടതിയിൽ ചെന്നുകഴിയുമ്പോൾ നിന്നോട് ചോദിക്കും ആരുടെ കൂടെ പോണമെന്ന്. അപ്പൊ നീ എന്ത് പറയും? എനിക്കെന്റെ അമ്മേടെ ഡാഡിയോടെ പോയാൽ മതിയെന്ന്. ഏതമ്മയുടെ? ഷ്യാമ്മയുടെ കൂടെ. ഓഹോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ എങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലാ പിന്നെ മേല നിന്നെ ഒരിക്കലും അച്ഛനും അമ്മേനും കാണിക്കത്ത് പോലും ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ടാൻ ചിപ്പിമോൾക്ക് ഭയങ്കര വിഷമായി. അല്ല, എന്നെ ഇന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നാണല്ലോ എന്റെ ഡാഡി അമ്മയും പറഞ്ഞെന്ന് ചോദിക്കാം. നിന്നെ ആരും കൂട്ടിക്കൊണ്ടൊന്നും പോകാൻ പോകുന്നില്ല. കോടതി ഇന്ന് നിന്നെ ഞങ്ങളുടെ വിടാനായിട്ട് പോന്നേ, അറിയാലോ. പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾക്കെതിരായിട്ടൊന്നും പറഞ്ഞേക്കില്ല. ആരുടെ പോണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ പോയാൽ മതി, രചനാമ്മയുടെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയാണ്. പക്ഷെ ചിപ്പിമോള് പറയോ? രചന അങ്ങനെ പറഞ്ഞാലും ചിപ്പിമോൾ ഒരിക്കലും അങ്ങനെ പറയാനൊന്നും പോകുന്നില്ല. അത് മാത്രമല്ല, ചിപ്പിമോളുടെ മൊഴി കഴിഞ്ഞ പ്രാവശ്യം രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. പക്ഷെ രചനയ്ക്കൊരു സന്ദേഹം, ഇനി എങ്ങാനും അബദ്ധത്തിൽ ചിപ്പിമോളോട് വീണ്ടും ചോദിച്ചല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഷിയാമ്മയുടെ കൂടെ പോണെന്നാ പറഞ്ഞേ. അപ്പൊ ഈ തവണ എങ്ങാനും വീണ്ടും ചിലപ്പോൾ ഒന്നുകൂടെ കോടതി ചോദിച്ചെന്ന് വരും. അങ്ങനെ വന്നാൽ ചിലപ്പം ചിപ്പിമോളെ ചിലപ്പോൾ വീണ്ടും ഇത് തന്നെ പറഞ്ഞ് ശരിയാകത്തില്ല. അപ്പൊ ഇവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി വെക്കുന്നല്ല എന്ന് കരുതിയിട്ട് പിന്നീട് ഇഷിതനെ കുറിച്ച് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെക്കുവാണ്. നീ ഇനിയിപ്പോ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഷിതാമ്മയുടെ കൂടെ പോകണമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിന്നെ ഇഷിതാനെ കാണിക്കത്തില്ല, ഞങ്ങൾ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരത്തുള്ളൂ എന്നൊക്കെ പറയാം. ആ പിഞ്ചു മനസ്സിൽ കള്ളവില്ല, അതിനറിയത്തില്ലോ എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേന്നൊക്കെ. പിന്നീട് ചിപ്പിമോളെയും കൂട്ടി രചനയും ആകാശം കൂടെ കോടതിയിലേക്ക് പോവാണ്. ആ സമയം മഹേഷും ഇഷിതയൊക്കെ കോടതിയിലേക്ക് എത്തി. ഇനി കുറച്ച് സമയക്കുള്ളിൽ തന്നെ കോടതി കൂടും. അപ്പോഴറിയാൻ ചിപ്പിമോളുടെ കാര്യം എന്തായി തീരും, എങ്ങനെയായി തീരും എന്നൊക്കെയുള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.